വയനാട്ടിലെ തലപ്പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട്ടിൽ കാര്യമായ മഴയുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അവസ്ഥ എന്തെന്ന് പറയാൻ തലപ്പുഴയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ സുർജിത്ത്. SKN ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം കനത്ത രീതിയിലാണ് മലവെള്ളപ്പാച്ചിൽ ഇവിടേക്ക് ഉണ്ടായത്. ഈ സ്ഥലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തലപ്പുഴയാണ്. ഇവിടെ കാപ്പിക്കളം, പൊയിൽ അടക്കമുള്ള സ്ഥലങ്ങൾ വെള്ളക്കെട്ടിലായി. ഈ മേഖല ഇന്നലെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. മൂസാക്ക, എന്തായിരുന്നു ഇന്നലത്തെ അവസ്ഥ? എന്തായിരുന്നു അവസ്ഥ? തന്നെ പറഞ്ഞില്ലേ, ഒരു അല്ല ആ വെള്ളദേശപ്പോലെ സ്ഥിതി നമുക്ക് പ്രത്യേകിച്ചൊരു സ്ഥിതിയൊന്നുമില്ല. അവിടെ മൊത്തത്തില് ഈ ഭാഗത്തന്നെ മൊത്തത്തില് ഒറ്റപ്പെട്ട് എന്തായാലും ഇവിടെ വലിയ പറ്റില്ലല്ലോ, പാലക്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, പറ്റക്കെടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ വീടുകൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഈ പ്രദേശവാസി കൂടിയായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഹാഷിം നമ്മോടൊപ്പം ചേരുകയാണ്. ഹാഷിം, എന്തായിരുന്നു ഇന്നലത്തെ ഇവിടുത്തെ ഒരു പൊതു അവസ്ഥ? എന്തായിരുന്നു? കഴിഞ്ഞൊരു 10-35 മണിക്കൂറായിട്ട് ശരാശരി പെയ്യുന്നതിലപ്പുറമുള്ളൊരു മഴയായിരുന്നു ഇവിടെ പെയ്തത്. മലയിൽ നിന്നുള്ള മഴ അത് ഇവിടെ മലവെള്ളപ്പച്ചലിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി. മറ്റു പ്രദേശങ്ങളിലെ പോലെയല്ല ഇവിടെ. മലവെള്ളം വരുന്നു, വീടുകളിലേക്ക് കയറുന്നു, പിന്നെ പോകുന്നു. അങ്ങനെ ഒരു കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ മഴയുടെ അളവിനനുസരിച്ചായിരിക്കും ഇവിടെ വീടുകളിലും മറ്റും വെള്ളം കയറുന്നൊരു സാധ്യത. ഇന്നലെ വൈകിട്ട് ഒരു 3 മണി മുതൽ രാത്രി 9 മണി വരെ പല വീടുകളിലും വെള്ളം കയറി. രാത്രിക്ക് ശേഷം പിന്നെ മഴ കുറവായിരുന്നു. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അപകട സാധ്യതയുള്ള വീട്ടുകാരുണ്ട്. ഇവിടെ ഒരു 4-5 വീടുകൾ മുന്നിൽ പുഴയും ബാക്കിൽ കാടുമാണ്. അവർക്ക് മലവെള്ളപ്പാച്ചിൽ വന്നാൽ ആ അത്യാവശ്യ സമയങ്ങളിൽ അവർക്ക് പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരോട് പഞ്ചായത്ത് അധികൃതരും മറ്റും വന്ന് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഒരു 4 വീട്ടുകാരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചു. ഇവിടെയുള്ള 1-2 വീട്ടുകാർ അവർക്ക് വേറെ എവിടെയും പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതിനാൽ അവരുടേതായ ഉറപ്പിന്മേൽ ഇവിടെ താമസിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഈ 2 വീട്ടുകാരൊക്കെ പ്രായമായവരാണ്. ഇവർക്കൊരു പെട്ടെന്നൊരു എമർജൻസി വന്നാൽ പുറത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ട്. ഇന്നലെ ഈ മക്കിമല ഭാഗത്ത് മലയിടിച്ചിലുണ്ടായിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വെള്ളം കുത്തിയൊഴുകിയെന്ന് പറയുന്നത്. കാട്ടിൽ 2018 ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു, 2018. അപ്പോൾ അതിനുശേഷം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായില്ല. അതേ സ്ഥലത്ത് ഒരു ചെറിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ളൊരു സാധ്യത പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇങ്ങനെ വെള്ളം വരാനുള്ളൊരു സാഹചര്യം ഇല്ല. എന്തായാലും ഹാഷിം വ്യക്തമാക്കിയ പോലെ തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരുന്നത്. ഈ പുഴ മുഴുവൻ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നതിന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വെള്ളം വാർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കുന്നുണ്ട്. അണക്കെട്ട് 8 മണിയോടുകൂടി തുറക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. കൂടുതൽ തുറക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പനമരം പുഴയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഈ പിലാക്കാവ് ഭാഗത്ത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പടിഞ്ഞാറത്തറയിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം കാളന്തി നദിയും സമാനമായ രീതിയിൽ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥ വയനാടിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പാലത്തിന് മുകളിൽ നിന്നാണ് ഇത് പകർത്തുന്നത്. ആ പകർത്തുന്ന പാലം മുട്ടിയായിരുന്നു ഇന്നലെ വെള്ളം പോയിരുന്നത്. പക്ഷേ വെള്ളം ഇപ്പോൾ പിൻവാങ്ങുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. SKN.